എൻ്റെ തയ്യൽ മെഷീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എൻ്റെ ഇടുപൊട്ട് സാധനങ്ങളും എടുത്ത് എൻ്റെ സ്റ്റിച്ചിങ് മെഷീൻ നന്നാക്കാൻ വേണ്ടി പോവുകയാണ്. പഴയ ബ്രഷ്, ഇവൻ്റെ കത്രികയൊക്കെ അവിടെ കിടക്കുന്നുണ്ട്, എണ്ണ, ഇതെല്ലാം കൂടി എടുത്തുകൊണ്ട് തയ്യൽ മെഷീൻ നേരെയാക്കാനുള്ള പോക്കിലാണ്. അതിന് തുമ്മലും ചീറ്റലും തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇവിടെ ഇരിപ്പുണ്ട്. ഈ ലുക്കൊന്നും കണ്ടിട്ട് നോക്കണ്ട, എൻ്റെ എല്ലാ വശത്തുനിന്നും സൗണ്ട് കേട്ട് തുടങ്ങി. അപ്പം നമുക്ക് നന്നാക്കാം. ബ്രഷ്, എണ്ണ എടുത്ത് ഇനി എവിടെയൊക്കെയാണ് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ ആദ്യമായിട്ട് എണ്ണ ഇടാൻ പോവാണ്. എണ്ണ ഇട്ട് കൊടുത്താൽ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ പൊടി കയറി അടഞ്ഞിരിക്കുകയാണ്. എണ്ണ കൂടി ഉണ്ടെങ്കിൽ കൂടാൻ അറിയാമോ? പൊടി എടുക്കാൻ പറ്റും. ഇതിൽ കൂടുതലും ഇതിൻ്റെ ഇടയിൽ പൊടി കയറുന്നതാണ് നമുക്ക് പണി തരുന്നത്. യൂട്യൂബിൻ്റെ മുമ്പത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മാമനുണ്ടായിരുന്നു നന്നാക്കി തരാം. പിന്നെ എന്തിനും ഏതിനും യൂട്യൂബ് വന്നതിന് ശേഷം നമ്മൾ തന്നെയാണ് ഇതിൻ്റെ മെക്കാനിക്ക്. പിന്നെ ഹോസ്റ്റലിലൊക്കെ പോയി നിന്നപ്പോൾ ഉപയോഗിക്കാതെയാണ് ഇത് ഇത്രയും ഈ പരുവായത്. തലഭാഗം വൃത്തിയാക്കിയ ശേഷം നമുക്ക് കാൽഭാഗത്തേക്ക് ഇറക്കാം. ഏറ്റവും പണി തരുന്ന സാധനമാണ് ഈ ഭാഗത്ത് നൂല് കയറുക എന്ന് പറയണത്. അയ്യോ, പിന്നെ അത് അങ്ങോട്ടും പോകൂല ഇങ്ങോട്ടും പോകൂല, ഒരു പണിയാണത്. പിന്നീട് ഇതുപോലെ പണി പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു, അങ്ങനെ ടൂത്ത് ബ്രഷ് മെഷീൻ അല്ല, ഈ ഒരു സാധനം മാത്രം മതി. ഇതും കുറച്ച് എണ്ണയും മാത്രം മതി നമ്മുടെ മെഷീനെ നേരെയാക്കി എടുക്കാൻ. ഇതൊന്നും അറിഞ്ഞുള്ളത് പണ്ട് മന്ദബുദ്ധിയായി ഞാൻ ഓരോരോ പ്രശ്നം വരുമ്പോൾ നന്നാക്കാൻ ആളെ വിളിച്ച് അവരെ കാത്തിരുന്ന് ഒരു കണ്ട നൂല്, തലമുടി, ഇത് രണ്ടുമാണ് തയ്യൽ മെഷീൻ്റെ വില്ലന്മാർ. ഇത് ഈ ഓരോ റിങ്ങിൻ്റെ ഇടയും കയറി അതങ്ങ് കൊരുത്തിട്ട് മെഷീൻ അനങ്ങൂല. നമ്മൾ തയ്യൽ വയ്ക്കാൻ പറ്റുമ്പോൾ അത് ഓരോരുത്തരായിട്ട് വിളിച്ച് വരുത്തും. അവസാനം അവർ ഒരു തുകയും പറഞ്ഞിട്ട് പോകും. അങ്ങനെയാണ് എനിക്ക് യൂട്യൂബിൽ ഞാൻ ചുമ്മാ എന്തെങ്കിലും അടിച്ചു നോക്കിയപ്പോഴാണ് ഈസി ട്രിക്ക് വന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മെഷീൻ ഉപയോഗിക്കണമെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കുറച്ച് ഓയിൽ കൊടുത്ത് ഒരു നല്ലൊരു ബ്രഷ് എന്ന് വെച്ചാൽ ഉപയോഗിക്കാത്ത ടൂത്ത് ബ്രഷ് കിട്ടുന്നതല്ല, ആ ടൂത്ത് ബ്രഷ് കൊടുത്ത് ഇതിൻ്റെ എവിടെയൊക്കെയാണോ ഇതിൻ്റെ ആണികളുള്ളത് അവിടെ എല്ലാം നന്നായിട്ട് മെഷീനെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. മെഷീനെ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഈ പൊടികളെല്ലാം ഇങ്ങനെ കയറി വരും. അപ്പം അത് നന്നാവും. ഇത് സാധാരണ മെഷീനാണ് കേട്ടോ, ഈ ഇലക്ട്രിക് മെഷീൻ്റെ കാര്യത്തിലൊന്നുമല്ല, സാധാരണ തയ്ക്കുന്ന മെഷീനിൽ. അപ്പോൾ മറ്റേ ഇലക്ട്രിക് മെഷീൻ ആകുമ്പോഴത്തേക്കും സ്വിച്ചൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ആ മെഷീൻ. എല്ലാം ക്ലീൻ ചെയ്തെടുത്താലേ അടുത്ത് വലിയൊരു പണി വരും. ഈ ഇരിക്കുന്ന ഓയിലെല്ലാം കൂടി നമ്മൾ പുതുതായിട്ട് തയ്ക്കണ തുണിയിലോട്ട് ഇറക്കും. ആരാൻ്റെ തുണിയാണെങ്കിൽ അടി ഉറം. അതുകൊണ്ട് നമ്മൾ അതിനാദ്യം ക്ലീൻ ചെയ്യണം. മെഷീനെ നേരെയാക്കി ഇനി വേണം ബാക്കി പരിപാടി തുടങ്ങാൻ. ശരിയായി.
സ്റ്റിച്ച്. ആ ഓക്കെ. സ്റ്റിച്ച് സ്റ്റിച്ച് സ്റ്റിച്ച്